It is an inspiring time. The new year starts with a vibrant message which is anticipated from a genius who is with us from today 8:15 p.m. onwards. പ്രിയപ്പെട്ട ജോസ് കെ തോമസ് സാറ് സംസാരിക്കും. ആദരണീയരെ, ഒരു കാര്യം ഉറപ്പായും പറയാം. ഇന്നത്തെ നമ്മുടെ അതിഥിയെ എത്ര വേഗത്തിൽ പരിചയപ്പെടുത്തിയാലും 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വേണം. A4 വലിപ്പമുള്ള ഒരു കടലാസിൽ പ്രപഞ്ചം വരയ്ക്കാൻ പറഞ്ഞാലുള്ള അവസ്ഥയാണ് ഡോക്ടർ TPS 5 മിനിറ്റിൽ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ. നമ്മെ പഠിപ്പിക്കുന്നവരെ നാം സാർ എന്ന് സംബോധന ചെയ്യാറുണ്ട്. നമ്മുടെ അധ്യാപകരുടെ അധ്യാപകരാണ് യൂണിവേഴ്സിറ്റി അധ്യാപകർ. അപ്പോൾ യൂണിവേഴ്സിറ്റി അധ്യാപകരെ പഠിപ്പിക്കുന്നവരെ നാം എന്താണ് വിളിക്കേണ്ടത്? വലിയ സാർ എന്നല്ലേ. എന്നാൽ യൂണിവേഴ്സിറ്റി അധ്യാപകരെ വരെ പഠിപ്പിക്കുന്ന നമ്മുടെ ഇന്നത്തെ അതിഥി സാർ എന്ന സംബോധന ഇഷ്ടപ്പെടുന്നില്ല. ലേണിംഗ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ഫ്യൂച്ചർ എന്നാണ് ഈ പ്രിയപ്പെട്ട മനുഷ്യസ്നേഹി പറയാറ്. പ്രപഞ്ചത്തിലുള്ള ഒട്ടുമിക്ക വിഷയങ്ങളെക്കുറിച്ചും എണ്ണിയാലൊടുങ്ങാത്ത ക്ലാസ്സുകൾ എടുക്കുമ്പോഴും അത് ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളിലെയും വിദ്യാഭ്യാസ സമ്പ്രദായമാവാം, തൊഴിൽ സംബന്ധിച്ചാവാം, ഒരു മനുഷ്യൻ എങ്ങനെയാവണം എന്നുള്ളതിനെ കുറിച്ചാവാം, ന്യൂക്ലിയർ സയൻസ് ആവാം, AI ആവാം, ഭഗവത്ഗീതയാവാം. എന്തായാലും ഡോക്ടർ TPS അത് ചെയ്യുന്നത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, സ്വയം കൂടുതൽ പഠിക്കാനാണെന്നും കൂടി വിശ്വസിക്കുന്ന മനുഷ്യനാണ്. പള്ളികളിൽ വരെ ഭഗവത്ഗീതയെ കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട് നമ്മുടെ അതിഥി ഡോക്ടർ TPS. നസ്രാണികൾക്ക് ഭഗവത്ഗീത അത്ര പുത്തിരി ഒന്നുമല്ല. കേരളത്തിലെ മാർത്തോമ സഭയുടെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത 25 വർഷം മുൻപ് ഭഗവത്ഗീതയിൽ PhD എടുത്തതാണ്. Dr. Alexander Marthoma received PhD in 1951. The title of the thesis was Vishwarupa Darshana, a study of the vision of God in the Bhagavad Gita, and that was from Kennedy School of Mission of the Hartford Seminary Foundation. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ബഹുമുഖ പ്രതിഭയുമായിരുന്ന ഡോക്ടർ D. ബാബുപോളിന്റെ പിതാവ് പ്രഗത്ഭ അധ്യാപകനും പ്രശസ്ത പുരോഹിതനുമായിരുന്ന പൗലോസ് കോർ എപ്പിസ്കോപ്പ എല്ലാ ദിവസവും ഭഗവത്ഗീത വായിച്ചിരുന്നതായി ഡോക്ടർ ബാബുപോൾ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ട്രിനിറ്റി എന്നാൽ എന്താണെന്ന് നമ്മൾക്കറിയാം. എന്നാൽ ദി ഫസ്റ്റ് ന്യൂക്ലിയർ ബോംബ് എക്സ്പ്ലോഷൻ വാസ് ഓൾസോ കോഡ് നെയിംഡ് ട്രിനിറ്റി. ദാറ്റ് ഒക്കേർഡ് ഓൺ July 16, 1945 at 5:30 AM in the New Mexico desert. ഒന്നാമത്തെ ന്യൂക്ലിയർ ബോംബ് പരീക്ഷണം കഴിഞ്ഞപ്പോൾ അതിന്റെ ഉപജ്ഞാതാവ് ഓപ്പൻ ഹീമർ സംസ്കൃതത്തിൽ പറഞ്ഞത്രേ ദിവി സൂര്യ സഹസ്രസ്യ. ഗീതയിലെ 11-ാം അധ്യായത്തിൽ നിന്നെടുത്ത വിശ്വരൂപ ദർശനമാണ്. ഓപ്പൻ ഹീമറിന് സംസ്കൃതത്തിലും പരിജ്ഞാനം ഉണ്ടായിരുന്നുവെന്ന് ഞാൻ അറിയുന്നത് സെമിനാരി പ്രിൻസിപ്പലും മികച്ച സാഹിത്യകാരനും വാഗ്മിയും ചിത്രകാരനും ഒക്കെയായ നമ്മുടെ ഡോക്ടർ KM ജോർജ് അച്ഛനിൽ നിന്നാണ്. സ്വാമി ചിന്മയാനന്ദന്റെ ഗീതാ പ്രഭാഷണങ്ങൾ വിദേശത്ത് വെച്ചും കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ക്വാളിറ്റികൾ 16-ാം അധ്യായത്തിൽ വിവരിക്കുന്നത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുമുണ്ട്. സ്വാമി ചിന്മയാനന്ദന് ശേഷം ഗീതാ പ്രഭാഷണങ്ങൾ സാഗൂതം ശ്രദ്ധിച്ചിരുന്നത് ഡോക്ടർ TPSന്റെ വീഡിയോകൾ കണ്ടപ്പോഴാണ്. മക്കളെ സ്കൂളിൽ വിടാതെ പഠിപ്പിക്കണമെന്ന ആഗ്രഹമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ മക്കൾ നമ്മുടെ മാത്രം മക്കൾ അല്ലാത്തതിനാൽ അത് നടന്നില്ല. കനത്ത ഫീസ് കൊടുത്ത് പബ്ലിക് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെ ട്യൂഷന് വിടുന്ന പാരന്റ്സിനെ കണ്ടിട്ടുണ്ട്. വിചിത്രമെന്നല്ലാതെ എന്താണ് പറയുക. ഇതേക്കുറിച്ചൊക്കെ ഡോക്ടർ TPSന്റെ വീക്ഷണങ്ങൾ എത്ര കൃത്യവും വ്യക്തവുമാണെന്നതിന് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ തെളിവാണ്. ഓരോ വീഡിയോകളും ഓരോ ക്ലാസ്സാണ്. ഒരു ചെറിയ ഉദാഹരണത്തോടെ അവസാനിപ്പിക്കാം. 28-നെ 32 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ ഉടൻ ഉത്തരം പറയാവുന്നവർ എത്ര പേരുണ്ടാവും? എന്നാൽ നമ്മൾ പണ്ട് തലമാന്തിയും മുടി വലിച്ചു വിഴുതും പഠിച്ച A - B × A + B = A² - B² ഇവിടെ കൊണ്ടുവരാൻ പറ്റുമെന്നും 28 എന്നാൽ 30 - 2 ആണെന്നും 32 എന്നാൽ 30 + 2 ആണെന്നും 30² - 2² = 896 എന്ന ഉത്തരം തരുമെന്നും പറയുമ്പോൾ ഈ ഗുരു പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ പോയിരുന്ന് ഒരു വട്ടം കൂടി പഠിക്കാൻ ആർക്കാണ് ആഗ്രഹം തോന്നാത്തത്? ഏത് വിഷയത്തിന്റെ കൂടെയും ഡോക്ടർ TPS എന്ന് നോക്കിയാൽ ഒരു വീഡിയോ കിട്ടും. ഇനിയിപ്പോൾ TGS ഡോക്ടർ TPS എന്ന് നോക്കിയാലും കിട്ടുമെന്ന് കരുതാം. സ്റ്റെപ്പിനുള്ളിൽ ഈ മഹാമേരുവിനെ ഒതുക്കാനുള്ള ശ്രമം നിർത്തി രാജ്യത്തെ മികച്ച ഈ വിദ്യാഭ്യാസ വിചക്ഷണന്, രാജ്യത്തെ മികച്ച കെമിസ്ട്രി പ്രൊഫസറുടെ സഹോദരന്, പേപ്പർ ബാറ്ററിയുടെ കണ്ടെത്തലിലെ പ്രധാന കണ്ണിയുടെ അമ്മാവന്, കണ്ണൂരിലെ നടുവിലെ എന്ന ഗ്രാമത്തിൽ നിന്ന് ഉയർന്ന് നടും വളയ്ക്കാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ
ഉന്നത സ്ഥാനം അലങ്കരിച്ച അമേരിക്കയിൽ ന്യൂക്ലിയർ സയന്റിസ്റ്റും അയർലൻഡിൽ സോഷ്യൽ സയന്റിസ്റ്റുമായ 2 മക്കളുടെ അച്ഛനും ആ മക്കളുടെ അമ്മയും ഇസ്രോ ഡയറക്ടറുമായ ധർമ്മപത്നിയുടെ പ്രിയതമനും MSc, MPhil, PhD, LLB, സ്പേസ് സയന്റിസ്റ്റ്, കരിയർ ഗുരു, അക്കാഡമീഷ്യൻ ഒന്നുമല്ല, ജീവിക്കാൻ അറിയുന്ന വ്യക്തിയെന്ന് മാത്രം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന 200 വർഷം പഴക്കമുള്ള തറവാട് വീട് ഇപ്പോഴും പരിരക്ഷിക്കുന്ന ഈ ലൈഫ് മെന്ററിനെ സ്വാഗതം ചെയ്യുന്നു. ഇതിലെല്ലാം ഉപരി ഈ നിലയിലേക്ക് ഉയരാൻ ഡോക്ടർ DPS സഹായിച്ച അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് സ്നേഹനിധിയായ അമ്മയെ ആദരവോടെ ഓർക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആദരണീയർക്കും വേണ്ടി ഒരിക്കൽ കൂടി ഡോക്ടർ TPS ആദരവോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഹാപ്പി വെൽക്കം ഡോക്ടർ TPS. താങ്ക് യു ജോസ് കെ തോമസ് സാർ. ആദ്യമായിട്ട് ഇത്രയും ആഭിജാത്യത്തോടെ സംസാരിച്ചത് ഒരു ബിഗ് സല്യൂട്ട്. കാരണം മുമ്പിലിരിക്കുന്ന വിശിഷ്ടാതിഥി അദ്ദേഹത്തിന്റെ നിലവാരത്തിനനുസരിച്ച് മാത്രമേ സാറിന് സംസാരിക്കാൻ ഒക്കത്തുള്ളൂ, എനിക്കറിയാം. ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. ജനുവരി മാസം 3-ാം തീയതി എൻ്റെ ജന്മദിനമാണ്. ഞാൻ 1995 ജനുവരി 3-ാം തീയതി രാവിലെ ഒരു ബയോഡേറ്റ വായിച്ച് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ബയോഡേറ്റ. ഇറ്റ് വാസ് സോ ഇൻസ്പയറിംഗ് ഫോർ മീ. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ 12:03 വെളുപ്പിന് 12:03 ഞാൻ ഡോക്ടർ TPS സാറിന്റെ ബയോഡേറ്റ വായിച്ചു. ഐ വാസ് എനാമേഡ്. എൻ്റെ ഈ വർഷം ആ ബയോഡേറ്റയ്ക്ക് മുമ്പ് സമർപ്പിച്ചുകൊണ്ട് എല്ലാ ആദരവോടെയും സംരക്ഷിക്കുന്നു. നമസ്കാരം. എനിക്ക് തോന്നുന്നു സ്ക്രീനിൽ ബാക്കിയുള്ളവരുടെ മുഖം കാണുകയാണ് കുറച്ചും കൂടി ഭംഗി. എനിക്ക് തോന്നുന്നു ജോസ് കെ തോമസ് സാറിൻ്റെ വലിയ ഒരു ഇൻട്രൊഡക്ഷനിൽ ആരും ഇതുവരെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം പലപ്പോഴും ഫിസിക്കലി പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവരെ പിടിച്ച് ഇരുത്തുകയാണ് ചെയ്യുക. ഇൻട്രൊഡക്ഷൻ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്യുക. ഏതായാലും സന്തോഷം. സാം മാത്യു സാറിന് ജന്മദിനാശംസകൾ. ഈ പറഞ്ഞ മൻമോഹൻ സിംഗിൻ്റെ കൂടെ കുറച്ചു കാലം ഞാനുണ്ടായിരുന്നു. 1.5-2 വർഷത്തോളം ഉണ്ടായിരുന്നു. ഡയറക്ട്ലി PM's ഓഫീസിലായിരുന്നു. ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ ഇനീഷ്യേറ്റീവ് എടുത്ത എൻ്റെ ബ്രദർ ജോസ്, കൂടെ അതിന് അനുവാദം കൊടുത്തിട്ടുള്ള ബാക്കി സജ്ജനങ്ങൾക്ക്, വലിയൊരു ഗ്രൂപ്പിൽ കുറേ ഇത്തരം പ്രോഗ്രാമുകൾ നടക്കാറുണ്ട്, ക്ലാസ്സുകൾ നടക്കാറുണ്ടെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടൊരു ക്ലാസ്സായിട്ടാണ് ഇതും. അപ്പോൾ തന്നിട്ടുള്ള വിഷയം സിവിൽ സർവീസിലേക്കുള്ള ഒരുക്കങ്ങളെക്കുറിച്ചൊക്കെയാണ്. പഠനം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് മിക്കവാറും കുട്ടികൾ കാണാറുള്ളത്. ഏകദേശം കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്കോളം ടീച്ചർമാർക്ക് മാത്രം ക്ലാസ് എടുക്കാൻ വേണ്ടി 4300 കിലോമീറ്റർ 3 മാസത്തിൽ ഓടിച്ചിട്ടുള്ളതാണ്. കേരളം ആകെ 400 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ 10 പ്രാവശ്യം സിക്സാഗ് എന്ന് പറഞ്ഞ് ഓടിച്ചിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് ഓരോ കോളേജുകളിലും. അപ്പോൾ ഞാൻ ഒഴിവാക്കിയിട്ടുള്ള കോളേജുകളൊക്കെ കുറവാണ്. ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ട് ടീച്ചേഴ്സിൻ്റെ മെൻറ്റേഴ്സ് നാവിഗേഷൻ പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ നടത്തിയിരുന്നു. ഏകദേശം 1 മില്യൺ കുട്ടികളെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും കേരളത്തിന് വെളിയിലെടുക്കുമ്പോഴും കേരളത്തിൽ തമ്മിലുള്ളൊരു വ്യത്യാസം, കേരളത്തിലധികം ചോദ്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞു പോയിക്കോളൂ, നമുക്ക് കാര്യമായിട്ടൊന്നും അറിയണമെന്നില്ല. ഇപ്പോൾ എത്ര സമയം സംസാരിക്കണമെന്ന് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം കുറേ ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോഴാണ് ഒരു സുഖം.
സിവിൽ സർവീസിനെ കുറിച്ച് ഞാനല്ല എൻ്റെ സ്റ്റുഡൻ്റ് എഴുതിയിട്ടുള്ളൊരു ബുക്കാണ് സിവിൽ സർവീസ് പ്രിലിംസ് ഹാൻഡ് ബുക്ക്. ഈ ബുക്ക് അവൈലബിൾ ആണ്, ഓൺലൈൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ബ്ലോഗിൽ അവൈലബിൾ ആണ്, എൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു ബുക്ക് ഒരു സിവിൽ സർവീസ് ആസ്പിരൻ്റ് ആയിട്ടുള്ള എൻ്റെ സ്റ്റുഡൻറ്റ് ഞാൻ എന്താണോ എങ്ങനെയാണോ പഠിക്കണമെന്ന് പഠിപ്പിച്ചത് അത് അതുപോലെ പകർത്തി എഴുതിയിട്ടുള്ളൊരു ബുക്കാണ്. അതുകൊണ്ട് ഡോക്ടർ TPS വിത്ത് ഡോക്ടർ TPS ആണ്, ഞാനല്ല എഴുതിയത്, വിത്ത് ഡോക്ടർ TPS എന്നോട് ചേർന്ന് എഴുതിയ ഒരു ബുക്കാണ്. എല്ലാ ആളും സാധാരണ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ IAS പ്രാധാന്യം കൊടുക്കുക. കാരണം അതാണ് ടോപ്പ് മോസ്റ്റ്, ഏറ്റവും നല്ല റാങ്കിൽ അവർ ഓപ്റ്റ് ചെയ്യുന്ന ഒരു സർവീസ്. രണ്ടാമത് IPS ആണ് സാധാരണ. പിന്നെ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം ഫോറിൻ സർവീസ് പബ്ലിക്കുമായിട്ട് അത്ര കോണ്ടാക്ട് ഇല്ലാത്തതുകൊണ്ട് തേർഡ് ഓപ്ഷനായിട്ട് വരികയാണ്. ഈ IASഉം IPSനോടും ഏകദേശം അടുത്ത് നിൽക്കാവുന്ന സയൻസ് ഗ്രാജുവേറ്റ്സിന് മാത്രം എഴുതാൻ പറ്റുന്ന ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, അത് സയൻസ് ടെക്നോളജി വിഷയങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. അതും IASഉം ഒരേ കാഡറിലാണ്. എന്ന് വെച്ചാൽ കേരളത്തിൽ IASൻ്റെ ടോപ്പുകാരന് വാങ് മുകളിൽ ബ്ലൂ ലൈറ്റ് അടിക്കുന്നത് പോലെ തന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൻ്റെ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിനും അതിനുള്ള ഒരു പ്രിവിലേജ് ഉണ്ട്. എൻ്റെ ബ്രദർ IFS ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൻ്റെ കേരള ചീഫായിട്ട് റിട്ടയർ ആയതാണ്. ആ കാലത്താണ് എനിക്ക്, അല്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ ചേർന്ന കാലത്താണ് ഞാൻ ഗ്രാജുവേഷൻ. അപ്പം അന്നൊരാഗ്രഹമായിരുന്നു ഞാനും സിവിൽ സർവീസിന് പോകണം. അങ്ങനെയാണ് പ്രിപ്പറേഷൻ തുടങ്ങിയത്. പക്ഷെ ഭാഗ്യവശാൽ ഞാൻ അതിൽ നിന്നും മാറി മാത്തമാറ്റിക്സ് പഠിക്കാൻ തീരുമാനിക്കുകയും മാത്തമാറ്റിക്സിൽ PhD എടുക്കുകയും സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചേരുകയൊക്കെ ചെയ്തു. അത് ഭാഗ്യവശാൽ എന്ന് പറയാൻ കാരണം IAS ആയിട്ടുണ്ടെങ്കിൽ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ എത്താവുന്നതിനേക്കാളും 2 സ്റ്റെപ്പ് മുകളിലാണ് ഞാൻ സ്പേസ് സയൻറ്റിസ്റ്റ് എന്നുള്ള നിലയിൽ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയത്. അങ്ങനെ ആ ഒരു ഭാഗ്യം വളരെ വിരളമായിട്ടാണ് ആർക്കെങ്കിലും കിട്ടുക. അപ്പോൾ അതെനിക്ക് സാധിച്ചു എന്നുള്ളത് എൻ്റെ പണ്ട് കാലത്തുള്ള സിവിൽ സർവീസ് ആസ്പിറേഷന് ഒരു കാരണമായി എന്നുള്ളത് വേണമെങ്കിൽ പറയാം. കാരണം ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ആണ് ഇന്ത്യയിലെ സിവിൽ സർവീസിൻ്റെ, ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ടോപ്പ് മോസ്റ്റ്. ആ ഓഫീസിൽ ആ സ്റ്റാമ്പോട് കൂടി വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മുടെ കുറേ സിവിൽ സർവീസുകാരെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിട്ട് കാണും. അതാണ് പണ്ട് മറന്നുപോയ സ്വപ്നം തിരിച്ചെടുക്കാനും സിവിൽ സർവീസിനെ കുറിച്ച് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എൻ്റെ കുട്ടികളെയെങ്കിലും അവിടെ എത്തിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ജോലിയൊക്കെ വിട്ടിട്ട് കുറേ കുട്ടികളെ, ഹൈദരാബാദിൽ എനിക്ക് നല്ലൊരു ലൈബ്രറി ഉണ്ട്, ആർക്ക് വേണമെങ്കിലും വന്നിരുന്ന് വായിക്കാവുന്നൊരു സ്ഥലമാണത്. കുറേ കുട്ടികൾ വന്ന് പഠിക്കാറുണ്ട്. ശിക്ഷ ഹോളിഡേ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം തന്നെ സിവിൽ സർവീസ് ആസ്പിരൻസിന് വേണ്ടി ആ കാലത്താണ് ഈ പുസ്തകം എഴുതിയത്, ശിക്ഷ സിവിൽ സർവീസ്. അപ്പോൾ ഞാൻ കുട്ടികളെടുത്ത് പോകുന്ന സമയത്ത്, സ്കൂൾസിലും കോളേജിലും ഒക്കെ പോകുന്ന സമയത്ത് IAS എന്നുള്ളതിന് വേറൊരു എക്സ്പാൻഷനാണ് പറയാറ്, ഇമ്മീഡിയറ്റ് അക്കാഡമിക് സക്സസ് എന്നാണ്. കാരണം പലർക്കും സിവിൽ സർവീസ് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഇപ്പോൾ പഠിക്കുന്ന വിഷയത്തിൽ പോലും നല്ല എക്സലൻസ് കാണിക്കാൻ സാധിക്കാറുമില്ല. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ IAS എന്നാൽ ഇമ്മീഡിയറ്റ് അക്കാഡമിക് സക്സസ് എന്ന് പറയാറുള്ളത്. അത് ഏത് വിഷയം പഠിക്കുമ്പോഴും ആ പഠിക്കുന്ന വിഷയത്തിൽ 100% നോളജ് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ശ്രമം ഉണ്ടാവണം. നോളജ് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ശ്രമമെങ്കിലും ഉണ്ടാവണം എന്നുള്ളത്. പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ അക്കാഡമിക്സിൽ നമ്മൾ കാണുന്നത് കുട്ടികൾക്ക് മാർക്ക് കിട്ടുക, അവാർഡ് കിട്ടുക, A+ കിട്ടുക എന്നല്ലാതെ ഡീപ്പ് നോളജിലേക്ക് അവർ പോകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോമ്പറ്റിറ്റീവ് എക്സാംസിൽ അത്ര എളുപ്പം എത്തിച്ചേരാൻ സാധിക്കില്ല. എൻ്റെ ലാസ്റ്റ് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തത് മാത്തമാറ്റിക്സ് പ്രൊഫസറായിട്ട്
ഇവിടെയുള്ളൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി KL യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ ഞാൻ എടുത്തിട്ടുള്ള വിഷയം ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്നാണ്. ഇപ്പോൾ BTech, MBA, BBA ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് എങ്ങനെ കോർപ്പറേറ്റ് ജോലികൾ കിട്ടാം. അപ്പോൾ അതിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു പേപ്പർ ഉണ്ടാക്കിയിട്ട് ആ പേപ്പറാണ് പഠിപ്പിച്ചത്. നമുക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആകുമ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം എന്താണ് സിലബസ് വേണ്ടത്. ഞാൻ ഡിഫൈൻ ചെയ്ത സിലബസ് അനലിറ്റിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്, മാത്തമാറ്റിക്കൽ എബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചത്. എല്ലാവർക്കും ഒരേപോലെ MBA ആയാലും BTech ആയാലും എല്ലാവരുടെയും പ്രശ്നം അതാണ്. അവിടെയാണ് എൻ്റെ ബ്രദർ ജോസ് പറഞ്ഞിട്ടുള്ള ചെറിയ മാത്തമാറ്റിക്സിൻ്റെ ടിപ്പുകളൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം മാത്തമാറ്റിക്സ് ഒക്കെ എല്ലാവർക്കും സോൾവ് ചെയ്യാൻ പറ്റും. ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ എബിലിറ്റി, ഡാറ്റ അനാലിസിസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇതിലൊക്കെ അത്യാവശ്യം വേണ്ടത് ഫാസ്റ്റായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യലാണ്. അപ്പോൾ നമ്മൾ ട്രഡീഷണലായിട്ട് സ്കൂൾ സിലബസിൽ പഠിക്കുന്ന, സ്കൂൾ കരിക്കുലത്തിൽ പഠിക്കുന്ന ആ സ്പീഡ് പോരാ കോമ്പറ്റിറ്റീവ് എക്സാംസ് പാസ്സാകാൻ. അത് സ്കൂൾസിൽ മിക്കവാറും നമ്മൾ നടത്തി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ആ പ്രായത്തിൽ കുട്ടികൾക്ക് അത്തരം മെത്തേഡുകൾ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് വളരെ എളുപ്പം പിടിച്ചെടുക്കാൻ പറ്റും. അതില്ലാത്തത് കൊണ്ടാണ് പലരും കോമ്പറ്റിറ്റീവ് എക്സാംസിലൊക്കെ ഫെയിൽ ആവുന്നത്. അതുപോലെ ഏത് വിഷയമായാലും, കെമിസ്ട്രി ആയാലും മാത്തമാറ്റിക്സ് ആയാലും ഫിസിക്സ് ആയാലും ബയോളജി ആയാലും സോഷ്യൽ സയൻസ് ആയാലും പഠിക്കാനുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സിവിൽ സർവീസിനായാലും ഏത് കോമ്പറ്റിറ്റീവ് എക്സാമിനായാലും ജനറൽ നോളജ് എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പോൾ മിക്കവാറും ആൾക്കാർ ചെയ്യാം, ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് ജനറൽ നോളജ് പ്രിപ്പയർ ചെയ്യും. മിക്കവാറും സ്ഥലത്ത് നടക്കുന്നത്, ഇപ്പം ഏതെങ്കിലും കുട്ടികൾ സിവിൽ സർവീസിന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി, ഒരു 4 or 5 അറ്റംപ്റ്റ് കഴിഞ്ഞു, എവിടെയും കിട്ടാത്തപ്പോൾ ഉടനെ തന്നെ സിവിൽ സർവീസ് കോച്ചിങ് സെൻറ്റർ തുടങ്ങും. ബാങ്ക് ടെസ്റ്റ് എഴുതിയിട്ട് കിട്ടാത്തവരാണ് ബാങ്ക് കോച്ചിങ് സെൻറ്റേഴ്സ് തുടങ്ങുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു എക്സലൻസിലേക്ക് എത്താൻ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഫെയിലിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് പഠിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ കാണുന്നത്. വിഷയങ്ങളിൽ താല്പര്യം, ഇപ്പം നമ്മൾ സാധാരണ പറയാറുള്ളത്, നമുക്ക് ഏതെങ്കിലും ഒരാൾക്ക് സിനിമ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ ഏതൊരാളും ചോദിക്കുക, ഏത് നടനെയാണ് ഇഷ്ടം, ഏതാണ് ലാസ്റ്റ് കണ്ട സിനിമ, ഒരു 5 ഡയറക്ടേഴ്സ് ആരൊക്കെയാണ്, അവരെക്കുറിച്ച് സംസാരിക്കാം. അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സിനെ കുറിച്ച് അറിയണം, പാട്ടുകളെ കുറിച്ച് അറിയണം, സിനിമയുടെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ ഭാഗങ്ങളും നോക്കി അതിൽ പ്രഗത്ഭരായിട്ടുള്ളവരെ കുറിച്ചും അവരുടെ വർക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കണം. പക്ഷെ നമ്മൾ ഒരാൾ ഫിസിക്സ് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ 5 ഫിസിക്സ് സ്പെഷ്യലിസ്റ്റുകളുടെ, ഇന്ത്യൻ സ്പെഷ്യലിസ്റ്റുകളുടെ പേര് പറയാൻ പറഞ്ഞാൽ അവർക്കറിയില്ല. എപ്പോഴും വേണ്ടത് നമ്മളൊരു വിഷയം പഠിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് അതാരാണ് കണ്ടുപിടിച്ചത്, എവിടെയാണ് കണ്ടുപിടിച്ചത്, അങ്ങനെയാണ് ആസ്പിറേഷൻസ് ഉണ്ടാവുക. ഇപ്പം മേരി ക്യൂറി, മാഡം ക്യൂറി എന്ന് പറയുന്ന സമയത്ത് ഉടനെ ചോദിക്കേണ്ട ചോദ്യം അവരെവിടെയാണ് പഠിച്ചത്, അവർ പോയ പാത്ത് എന്താണ്, ആ പാത്ത് വഴി എനിക്ക് പോകാൻ പറ്റും. അപ്പം നമുക്ക് കെമിസ്റ്റ് ആവാനുള്ള ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയാണല്ലോ മ്യൂസീഷ്യൻസിന്. ഇപ്പോൾ ഒരു മ്യൂസിക് ഇഷ്ടമുള്ള ഒരാൾക്ക് പണ്ട് പാടി നടന്നിരുന്ന മ്യൂസീഷ്യൻസിൻ്റെ ജീവിതം പഠിക്കുക, അല്ലെങ്കിൽ അവർ എവിടെയൊക്കെയാണ് പഠിച്ചത്, അവരുടെ ഗുരു ആരാണ്, അങ്ങനെയൊക്കെയാണ് അവരുടെ പിന്നാലെ പോയിട്ടൊക്കെ പഠിക്കുന്നത്. അത്തരം ആസ്പിറേഷൻസ് നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. ഞാൻ വിദ്യാഭ്യാസത്തിൻ്റെ കുഴപ്പം പറയാനല്ല ഇവിടെ വന്നത്. അത്തരം ചിന്തകൾ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ഒരു ടീച്ചർ ചെയ്യേണ്ടത്. അപ്പോൾ സിവിൽ സർവീസ് എന്ന് പറയുന്നൊരു മോഹം പറയുമ്പോൾ ആദ്യം അറിയേണ്ടത് എന്തൊക്കെയാണ്, അവിടെ പോയാൽ എന്താണ് ഗുണം, എങ്ങനെയൊക്കെ അവിടെ എത്താം. ഇനി ബൈ ചാൻസ് അത് മിസ്സാവുകയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ലാറ്ററൽ എൻട്രി ഫോർ സിവിൽ സർവീസ്. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ പ്രഗത്ഭനാണെങ്കിൽ, അത് സോഷ്യൽ സയൻസ് ആവാം, ടെക്നോളജി ആവാം, ഏത് വിഷയങ്ങളാണെങ്കിലും, അവർക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് സെർവ് ചെയ്യണമെന്ന്40-ാമത്തെ വയസ്സിലായാലും 50-ാമത്തെ വയസ്സിലായാലും
ഒരു സെക്രട്ടറി ലെവലിലേക്ക് ഡയറക്റ്റ് എൻട്രി പോലും ഇപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അത് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ഓർഡറാണ്. അപ്പോൾ UPSCയിൽ ചേരുമ്പോൾ അല്ലെങ്കിൽ IASൽ ചേരുന്ന സമയത്ത്, സിവിൽ സർവീസിൽ ചേരുന്ന സമയത്ത് എന്തൊക്കെയാണ് ബെനിഫിറ്റ്, എന്തൊക്കെയാണ് അതിൻ്റെ ചാലഞ്ചസ്, ബാക്കി പ്രൊഫഷനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വാട്ട് ഈസ് ദാറ്റ് ഇറ്റ് ഗിവ്സ് യു എക്സ്ട്രാ മൈലേജ്. ലോകത്തിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം 20 ലക്ഷം പേരാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അതിൽ 5, 6, 7, 8 ലക്ഷങ്ങൾ മാത്രമാണ് ചില വർഷങ്ങളിലൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് പറയുന്നത്. എക്സാം എഴുതുന്നവർ എന്നുവെച്ചാൽ 2/3 ആൾക്കാർ എക്സാം എഴുതാതെ ചാടിപ്പോകുന്നു എന്നുള്ളതാണ്. അതിന് കാരണം ഒരു ചാൻസ് മിസ്സായാൽ അവരെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പം അത്ര എളുപ്പമല്ല. പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ അറിയാൻ ഇതിൻ്റെ ബുദ്ധിമുട്ടെന്താണ്. അതിന് കാരണം തന്നെ 7ാം ക്ലാസ് 8ാം ക്ലാസ് മുതലുള്ള സിലബസ് 8th, 9th, 7th, 8th, 9th, 10th, 11th, 12th ഈ 5-6 വർഷം പഠിച്ചിട്ടുള്ള വിഷയങ്ങളാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് 1-2 വർഷമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട്, അത് BTech ഒക്കെ ആണെങ്കിൽ 5 വർഷം 4 വർഷം, MBBS ഒക്കെ ആണെങ്കിൽ 5 വർഷം 6 വർഷം, ഗ്രാജുവേഷൻ ആണെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ 1-2 വർഷം പ്രാക്ടീസ്, അങ്ങനെ 6, 4, 5 വർഷങ്ങൾക്ക് ശേഷം +1, +2 ശേഷം ഒക്കെ കൂട്ടി നോക്കുമ്പോൾ ഒരു 8 വർഷത്തിന് ശേഷമാണ് 10ാം ക്ലാസ്സിലെ എക്സാമിനേഷൻ രണ്ടാമത് എഴുതേണ്ടി വരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഉണ്ടാവുന്ന ഫെയിലിയറാണ് പ്രിലിമിനറിയിൽ തന്നെ പലരും പൊട്ടിപ്പോകാൻ കാരണം. ഇപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു കുട്ടിയെ പാകപ്പെടുത്തുമ്പോൾ 10ാം ക്ലാസ് പാസ്സാവുന്നത് +1, +2 പോകാനാണ്, +1, +2 പാസ്സാവുന്നത് ഗ്രാജുവേഷന് പോകാൻ വേണ്ടിയിട്ടാണെന്നുള്ള ധാരണ മാറ്റി ജീവിതത്തിൽ ഏറ്റവും നല്ല എക്സാം എഴുതാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങുകയാണ് 7ാം ക്ലാസ് മുതൽ എന്നൊരു ധാരണയോടുകൂടി പോവുകയാണെങ്കിൽ സിവിൽ സർവീസ് മാത്രമല്ല ഏത് കോമ്പറ്റീറ്റീവ് എക്സാംസ്, അത് ബാങ്ക് ടെസ്റ്റ് ആയാലും ഈവൻ MBBS കഴിഞ്ഞിട്ട് ഗവൺമെൻറ് സർവീസിലേക്ക് കയറുമ്പോൾ അവരെഴുതേണ്ടുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. അതിൽ പോലും പലരും ഫെയിൽ ആവുന്നത് അവർക്ക് ജിയോഗ്രഫിയിലുള്ള നോളജ് ഇല്ലായ്മയും, ഹിസ്റ്ററിയിലുള്ള നോളജ് ഇല്ലായ്മയും, സോഷ്യോളജിയിലുള്ള നോളജ് ഇല്ല, ഇതൊക്കെ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ സിവിൽ സർവീസ് അല്ലെങ്കിൽ UPSC കൺസിഡർ ചെയ്യുമ്പോൾ അത് മാത്രം വേണ്ടിയിട്ടല്ല, അതിൻ്റെ എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ആ എക്സാമിനേഷൻ്റെ സ്റ്റേജുകൾ നോക്കി അതെങ്ങനെ പാസ്സാവണം എന്നുള്ളതിന് വേണ്ടി മാത്രമല്ല, ഏത് എക്സാമിനേഷൻ പാസ്സാവാനും യോഗ്യതയുള്ള ഒരാളായിട്ട് മാറാനും. പിന്നെ പലരുടെയും ധാരണ IAS, IFS, IPS കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നുള്ളതാണ്. 53ഓളം വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്ത കാഡറിലുള്ള ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇന്ത്യൻ റെയിൽവേയിൽ തന്നെ സിഗ്നലിൻ്റെ സർവീസ് സെപ്പറേറ്റ് ഉണ്ട്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ഉണ്ട്, ഇന്ത്യൻ റോ സർവീസ് അടക്കമുണ്ട്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള റോയിലാണ്. എപ്പോഴാണ് ഇതിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്. ഇപ്പോൾ ഗ്രാജുവേഷനാണ്, ഞാൻ ഇതുവരെ എനിക്കൊന്നും അറിയില്ല, എപ്പോൾ വേണമെങ്കിലും തുടങ്ങും. പക്ഷേ ഏറ്റവും ചെറുപ്പത്തിൽ 7ാം ക്ലാസ് മുതലെങ്കിലും 7ാം ക്ലാസ് വരെ വളരെ ഇൻഫോർമലായിട്ട് പഠിക്കണമെന്ന് വിശ്വസിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് തുടങ്ങേണ്ട എല്ലാ പഠനവും ഒരു ജോലിയിലേക്ക്, ഏത് കോമ്പറ്റീറ്റീവ് എക്സാംസിലേക്കും ഉതകുന്ന തരത്തിൽ പഠിക്കണം എന്നാണ് സാധാരണ ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത്. ഇതിന് കുറേ ഫിൽറ്ററിങ് പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിലൊക്കെ ചേർത്തിട്ട് ഒരു കുറച്ചും കൂടി ബൃഹത്തായിട്ടുള്ളൊരു 100-150 പേജുള്ളൊരു പുസ്തകം ഞാൻ ഇപ്പോൾ അടുത്ത് എഴുതിയിട്ടുണ്ട്. അതിപ്പോൾ ഈ പബ്ലിക്കേഷൻ അടുത്ത് വരും. ഏത് സബ്ജക്റ്റാണ് ഏറ്റവും ഇഷ്ടം ആ സബ്ജക്റ്റിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ മിക്കവാറും കണ്ടിട്ടുള്ളത് സിവിൽ സർവീസ് ഓപ്ഷണൽ സബ്ജക്റ്റുകൾക്ക് ഓരോരാളുടെയും ചോയ്സ് അനുസരിച്ചിട്ട്, അത് ഡിസ്കഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. പിന്നെ പല റിസർവേഷൻസും ഉണ്ട് ബാക്കിയുള്ളവർക്കുള്ള പോലെ. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള ജോലിക്കൊക്കെയുള്ള റിസർവേഷൻ പോലെ തന്നെ സിവിൽ സർവീസിനും റിസർവേഷനും എലിജിബിലിറ്റിയിലുള്ള ചെറിയൊരു റിലാക്സേഷനും ഒക്കെ മിക്കവാറും സാധാരണ ഗവൺമെൻറ് ജോലിക്കുള്ളത് പോലെ. കാരണം UPSC ഒരു ഗവൺമെൻറ് ജോലി ഓഫർ ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് അതിനുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഗ്രാജുവേഷനാണ് മിനിമം ക്വാളിഫിക്കേഷൻ. ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ 1-2 വർഷം, ചിലപ്പോൾ 3-4 റിപ്പീറ്റായിട്ട് ട്രൈ ചെയ്തിട്ടൊക്കെയാണ് പലർക്കും കിട്ടാറുള്ളത്. അപ്പോൾ പലരുടെയും ഒരു കുഴപ്പം ഫാമിലിയുടെ സപ്പോർട്ടില്ല എന്നുള്ളതാണ്. കാരണം ഗ്യാരണ്ടീഡ് അല്ല ഈ സക്സസ്. അതുകൊണ്ട് തന്നെ
ഏതെങ്കിലും ജോലിക്ക് കയറിയിട്ട് വിവാഹം കഴിഞ്ഞിട്ട് പതുക്കെ ട്രൈ ചെയ്തോളൂ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്ന സമയത്ത് ആ സീരിയസ്നെസ് ഇല്ലാണ്ടാവും. ഇപ്പോൾ പാർട്ട് ടൈമും ഫുൾ ടൈമും ഇതിൽ ഏതാണ് ഓപ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു സ്ട്രാറ്റജി എങ്ങനെ ഉണ്ടാക്കണം. ഇപ്പം ഞാൻ സാധാരണ എൻ്റെ ബ്രദർ ജോസ് പറഞ്ഞതുപോലെ LIFE ലൈഫ് എന്നുള്ളത് ലിവ് ഇൻ ഫുൾ എൻജോയ്മെൻ്റ് എന്നാണ് ഞാൻ പറയാറുള്ളത്. പക്ഷെ അത് ലേൺ ഇൻ ഫുൾ എൻജോയ്മെൻറ്റും ആവണം. പഠിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരുന്ന ഒരാൾക്ക് സാധാരണ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ആഹാര നിദ്ര ഭയ മൈഥുനാനി സമാനി ചൈതാനി നൃണാം പശൂനാം ജ്ഞാനം നരാണാം അധികോ വിശേഷോ ജ്ഞാനേഭിഹീന പശുഭി സമാന. നോളജ് ഇല്ലാത്തവൻ മൃഗത്തിന് തുല്യമാണ്. ഇപ്പോൾ പഠിക്കാനുള്ള ആഗ്രഹം, അറിവ് നേടാനുള്ള ആഗ്രഹം, അതാണ് മനുഷ്യനെ അത് ഡോക്യുമെൻ്റ് ചെയ്യാനും ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കാനുമുള്ള ആഗ്രഹമാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. ആ വ്യത്യാസം നമ്മൾ ഓരോ സ്റ്റെപ്പിലും മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളൊക്കെ പഠിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള കഴിവുണ്ടായാൽ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും നല്ലൊരു മെൻറ്ററെ കണ്ടെത്താനും നല്ലൊരു ടീച്ചറെ കണ്ടെത്താനും ഒക്കെ സാധിക്കും. നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റ് കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഒരു പാരൻസിൻ്റെയും യങ്ങർ ഏജിലുള്ള ടീച്ചേഴ്സിൻ്റെയും ഏറ്റവും വലിയ പങ്ക്. അതുണ്ടാക്കി കൊടുത്താൽ അവർ തന്നെ കണ്ടുപിടിച്ചോളും എവിടെ പോയാലാണ് ജോലി കിട്ടുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഓട്ടോമാറ്റിക്കലി വരും. സോഫ്റ്റ് സ്കില്ലിൻ്റെ ഏറ്റവും വലിയ ഭാഗം കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അതിൽ ഏറ്റവും പ്രാധാന്യം ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മൾ ഏത് വിഷയത്തിൽ, ഏത് സബ്ജക്റ്റിൽ, ഏത് കാര്യങ്ങൾ പഠിക്കുമ്പോഴും അൾട്ടിമേറ്റ്ലി അവസാനം നമ്മൾ എത്തുന്ന ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിലാണ്. അപ്പോൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി നല്ല പ്രൊഫഷ്യൻസിയോടുകൂടി നമുക്ക് കിട്ടുമെന്നതാണ്. പിന്നെ നാളത്തെ ജനറൽ നോളജ് എന്ന് പറയുന്നത് ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ സ്ഥിരമായിട്ട് പത്രം വായിക്കുക. ഡോക്ടർ TPS ന്യൂസ് പേപ്പർ റീഡിങ് UPSC നടിച്ചാൽ കാണാം. എങ്ങനെ പത്രം വായിക്കണം എന്ന് പഠിപ്പിക്കുന്ന അധികം ക്ലാസ്സുകൾ ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ആരും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ കുട്ടികളെ ആദ്യം ചെയ്യാറുള്ളത് പത്രം വായിക്കാൻ പഠിപ്പിക്കണം. പത്രം വായനയാണ് ഏറ്റവും അത്യാവശ്യം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലെ കുട്ടികൾ മുതൽ പത്രം വായിക്കുകയാണെങ്കിൽ അവർ ഗ്രാജുവേഷൻ ആകുമ്പോഴത്തേക്കും അവരുടെ നോളജ് എന്ന് പറയുന്നത്, ലോകത്തെക്കുറിച്ചുള്ള ജനറൽ നോളജ് എന്ന് പറയുന്നത് വളരെ ഒരു പഠിക്കേണ്ട വിഷയമല്ലാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും. അപ്പോൾ കിട്ടുന്നൊരു കോൺഫിഡൻസ് നമ്മൾ ഏത് എക്സാം എഴുതാൻ താല്പര്യമുള്ളവരും തയ്യാറെടുക്കാൻ ഒരു സമയം ചെലവഴിക്കാതെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ കുട്ടികളിലേക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം. ഞാൻ ജീവിക്കുന്ന എൻ്റെ സമൂഹത്തെക്കുറിച്ച് അറിയാം, ആ സമൂഹത്തെക്കുറിച്ച് എനിക്ക് എന്തൊക്കെ നോളജ് ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ഏതൊക്കെ പീരിയോഡിക്കൽസ് വേണം എന്ന് ആരോടും ചോദിക്കേണ്ടി വരില്ല. ഞാൻ ഏത് ബുക്കാണ് വായിക്കേണ്ടത്? നമ്മൾ പലപ്പോഴും പോകുമ്പോൾ കുട്ടികൾ നമ്മളോട് ചോദിക്കും ഏത് ബുക്കാണ് വായിക്കേണ്ടത്. നമ്മൾ പതുക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് നമ്മുടെ ഇൻട്രസ്റ്റ്. ഏത് TV പ്രോഗ്രാം കാണണം, ഏത് ഡോക്യുമെൻ്ററി കാണണം, ഏത് ചാനലുകളാണ് കാണേണ്ടത്, ഏത് ന്യൂസ് പേപ്പറാണ് വായിക്കേണ്ടത്, അതിലേത് ഭാഗത്താണ് വായിക്കേണ്ടത്, അതെങ്ങനെ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്ത് എങ്ങനെ നോട്ട്സ് ഉണ്ടാക്കണം. ഞാൻ സാധാരണ പറയാറുള്ളത് നല്ലപോലെ പഠിക്കുന്ന കുട്ടികളൊക്കെ നോട്ട് ടേക്കിംഗ് ആൻഡ് നോട്ട് മേക്കിംഗ് 2 ഗുണങ്ങളുണ്ടാകും. നല്ല നോട്ട് ഉണ്ടാക്കിയെടുക്കുക, ആ നോട്ട് നല്ല അതിനെക്കുറിച്ച് ഒരു പാരഗ്രാഫെങ്കിലും എഴുതാൻ പറ്റുമ്പോൾ നോട്ട് മേക്കിംഗ് എബിലിറ്റി അതും കൂടി ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബൈ ചാൻസ് സിവിൽ സർവീസ് ഈ കാലത്ത് കിട്ടിയിട്ടില്ല. ടെക്നോളജിയിലാണ് നമ്മുടെ ഡെവലപ്മെൻറ്റ്. പക്ഷേ ഒരു 10-40 ദിവസം കഴിയുമ്പോൾ എനിക്ക് തോന്നുകയാണ് എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരണം. റിട്ടയർമെൻറ്റിൻ്റെ സമയമായി. അത് ബിസിനസ്സിലായാലും ഏത് വിഷയങ്ങളിലായാലും, അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആയാലും സോഷ്യൽ സയൻസ് ആയാലും മാത്തമാറ്റിക്സ് ആയാലും, ഞാൻ ഏതെങ്കിലും വിഷയത്തിൽ പ്രൊഫഷണലായിട്ട് ഹയർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു വരണം എന്ന് തോന്നുമ്പോൾ ഇന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവർക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ലാറ്ററൽ എൻട്രി എന്ന് പറയുന്ന സിവിൽ സർവീസിലേക്കുള്ള ഒരു പാത. അപ്പോൾ ഇതൊക്കെ സാധിക്കണമെങ്കിൽ അവിടെയും ഇന്ത്യയെക്കുറിച്ച് അറിയാം. കാരണം ഇന്ത്യൻ സിവിൽ സർവീസാണ്, നമ്മൾ ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് വേണം? ഇന്ത്യയെക്കുറിച്ച് നന്നായിട്ട് അറിയണം. ഞാൻ ജീവിക്കുന്ന രാജ്യത്തെക്കുറിച്ച്, എൻ്റെ ലോകത്തെക്കുറിച്ച്, എനിക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നതാണ് വിദ്യാഭ്യാസം. അത് നല്ലപോലെ ഉണ്ടാകും. ഏറ്റവും നല്ല ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് സ്റ്റഡീസാണ്. അപ്പോൾ മിക്കവാറും എൻ്റെ വർക്ക്ഷോപ്പുകളിൽ നടക്കാറുള്ളത് ഗ്രൂപ്പ് സ്റ്റഡീസ് ആണ്. ആ ഗ്രൂപ്പ് സ്റ്റഡീസ് വരുമ്പോൾ തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവും, നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പിന്നെ കുറേ മോക്ക് ടെസ്റ്റുകൾ, എത്രത്തോളം എക്സാമിനേഷൻ നമുക്ക് ടെസ്റ്റ് എഴുതാൻ സാധിക്കുമോ അത്രത്തോളം. അതുകൊണ്ട് തന്നെ നമ്മുടെ
ഒരു സ്പിരിറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനും എപ്പോഴും കാണിക്കുന്ന ഇൻട്രസ്റ്റ് പെട്ടെന്ന് നശിച്ചു പോകാതെ അത് പെർസിവറൻസോടുകൂടി മടിയില്ലാതെ പഠിച്ചെടുക്കാനും സാധിക്കുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഗ്രൂപ്പ് സ്റ്റഡീസാണ്. കുട്ടികളുടെ കൂടെ പീർ ഗ്രൂപ്പ്സ് ആണ് നമ്മളെ ഏറ്റവും നല്ല പോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയ പാദം സ ബ്രഹ്മചാരിഭ്യ എന്നാണ്. ആചാര്യന്മാരിൽ നിന്നും 1/4 നോളജ്, സ്വന്തം 1/4 നോളജ് ബ്രഹ്മചാരിഭ്യ എന്ന് പറഞ്ഞാൽ പീർ ഗ്രൂപ്പ്സ് ആണ്. എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ കൂടെ ജോയിൻ ചെയ്ത് ഷെയർ ചെയ്യുമ്പോഴാണ് 1/4 നോളജ് ഉണ്ടാവും. അങ്ങനെ 3 1/4 ചേരുമ്പോഴത്തേക്കും 75% ആയി, ഡിസ്റ്റിങ്ഷനായി. അത്രയും നോളജ് തന്നെ ഉണ്ടായാൽ മതി, നമുക്ക് ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസ് പാസ്സാണ്. ഇതാണ് എനിക്ക് ഒരു മുഖവരിയായിട്ട് പറയാനുള്ളത്. എനിക്ക് 10-20 മിനിറ്റോളം സംസാരിച്ചു, അത് മതി. ഇനി ബാക്കി എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാനാണ് സാധാരണ എനിക്കിഷ്ടം. അതല്ലെങ്കിൽ എൻ്റെ റെക്കോർഡഡ് വെർഷൻസ് ഇതേ വിഷയത്തിൽ, ചിലപ്പോൾ മലയാളത്തിൽ അതുകൊണ്ടോ എനിക്കറിയില്ല, ഡെസ്റ്റിനേഷൻ IAS എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഞാൻ ചെയ്തിരുന്നു. അത് കുട്ടികളുടെ വർക്ക്ഷോപ്പ് പോലെ പല കോളേജ് സ്കൂൾസിലും പല ഗ്രൂപ്പ്സിലും, എനിക്കൊന്ന് കോട്ടയത്തൊക്കെ 1000-1500 കുട്ടികൾക്കൊക്കെ ഒറ്റ ക്ലാസ്സുകളൊക്കെ നടത്തിയിട്ടുണ്ട്, ഒരു ഹാഫ് ഡേ ക്ലാസ്സുകളൊക്കെ പലപ്പോഴായിട്ട്, ഒരു പ്രാവശ്യമല്ല പലപ്പോഴും റിപ്പീറ്റായിട്ട്. ആലപ്പുഴ ഉണ്ടായിട്ടുണ്ട്, കോട്ടയത്ത് ഉണ്ടായിട്ടുണ്ട്, പത്തനംതിട്ട ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി സീനിയർ ആയിട്ടുള്ള ഗ്രൂപ്പിന് ഞാൻ ചെയ്തിട്ടുള്ളത് മിഷൻ CSAT എന്നാണ്. എങ്ങനെയാണ് CSAT എക്സാമിനേഷൻ, സിവിൽ സർവീസ് പ്രിലിം എക്സാമിനേഷൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് CSAT. ആ CSAT ആണ് ഫസ്റ്റ് പ്രിലിമിനറി എക്സാമിനേഷൻ. അതിനുള്ള മിഷൻ CSAT എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഞാൻ കുറേ കുട്ടികൾക്ക് നടത്തിയിട്ടുണ്ട്. മെയിൻ എക്സാമിനേഷൻ വരുമ്പോൾ അവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പഠിക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത്. അത്രയും ഗൈഡൻസും ഒരു ഡയറക്ഷനുമാണ് ഞാൻ സാധാരണ കൊടുക്കാറുള്ളത്. കോച്ചിങ് സെൻറ്ററുകളെക്കാളും സെൽഫ് പ്രിപ്പയർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ എത്തിയിട്ട് കാര്യമില്ല. ആ എബിലിറ്റി നമുക്കില്ലാത്തപ്പോഴാണ് അത് ബിടെക് എക്സാമിനേഷന് പോകുമ്പോഴും കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് വന്നിട്ടുള്ള കുട്ടികളെയും അതല്ലാത്ത കുട്ടികളെയും നോക്കിയാൽ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളവർ സെൽഫ് മോട്ടിവേഷനോട് കൂടി സ്വന്തം പഠിച്ച് പ്രാപ്തരായിട്ടുള്ളവരാണെന്ന് കാണാൻ സാധിക്കും. അവരാണ് നാളെ ഓണ്ടർപ്രൈനേഴ്സ് ആയിട്ടും. കാരണം ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു സ്പിരിറ്റ് കൊണ്ടാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനുള്ള ചില മാർഗങ്ങളൊക്കെയാണ് ഞാൻ സാധാരണ സജസ്റ്റ് ചെയ്യാറുള്ളത്. ഇത്രയാണ് എനിക്ക് മുഖവരിയായിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും കൃത്യമായിട്ട് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഉത്തരം പറയുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ മതിപ്പുള്ള ഒരു കരിയർ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഒരു കുട്ടിക്ക് സ്വന്തം തയ്യാറെടുപ്പിനുള്ള ആദ്യ പടിയായിട്ടുള്ള ഒരു ചെറിയൊരു ഇൻഫർമേഷനാണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. വിഷയങ്ങളുടെ പഠനത്തെക്കുറിച്ചോ പുസ്തകങ്ങളുടെയും പഠന സാധനങ്ങളുടെ കുറിച്ചും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഓരോ ആൾക്കാരുടെയും ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് സംസാരിക്കുകയായിരിക്കും ഭേദം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു അവസരം തന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി, നമസ്കാരം. കുറേ ചോദ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.